ഗൈസ്, ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു. ആ തെറ്റുകൾ കാരണത്താൽ തന്നെ മാസങ്ങളോളം എടുത്തു എൻ്റെ ചാനൽ ഗ്രോ ആയില്ല. പക്ഷെ മാസങ്ങളോളം എടുത്തിട്ടാണ് ഗ്രോ ആയത്. പക്ഷെ ആ ഒരു മിസ്റ്റേക്ക് മനസ്സിലാക്കി ആ ഒരു മിസ്റ്റേക്ക് ഞാൻ മാറ്റിയപ്പോൾ എൻ്റെ ചാനൽ ഇപ്പോൾ 1300 സബ്സ്ക്രൈബർ വരെ എത്തി. ഈ ഒരു 10 മിസ്റ്റേക്ക് ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഒഴിവാക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു റീച്ച് കിട്ടി. ആ ഒരു 10 മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ പറയുന്ന മിസ്റ്റേക്ക് നിങ്ങൾ ഒഴിവാക്കിയാൽ ചാനലിൻ്റെ ഗ്രോത്ത് വേഗത്തിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കാരണം ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്ന വീഡിയോ ആണ്. കാരണം ഞാൻ ഈ ഒരു 10 മിസ്റ്റേക്കുകൾ ചെയ്തപ്പോഴാണ് എൻ്റെ ചാനലെത്തിയത് ഗ്രോ ആവായപ്പോൾ. അപ്പോൾ ഞാനെത്തിയത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു 10 തെറ്റുകൾ, ആ ഒരു 10 തെറ്റുകൾ തിരുത്തി ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചാനൽ റീച്ച് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ചെയ്യാം ഒരു 10 കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇതെൻ്റെ അനുഭവമാണ്, എനിക്ക് റിസൾട്ടും കിട്ടിയതാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ സാധനം കൺസിസ്റ്റൻസി. എനിക്ക് തീരെ ഇല്ലാത്തൊരു കാര്യമായിരുന്നു എന്ത് കൺസിസ്റ്റൻസി ഇല്ലായ്മ. അതായത് ഞാൻ ഒരാഴ്ച 2 വീഡിയോ ചെയ്ത പിന്നെ ഞാൻ 2-3 ആഴ്ച കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എത്തിയതുള്ളൂ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ വീഡിയോക്ക് റീച്ച് വളരെയധികം കുറവായിരുന്നു. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് വീഡിയോക്ക് കൺസിസ്റ്റൻസി വേണമെന്ന്. അതായത് ഒരാഴ്ച 2 വീഡിയോ പിറ്റത്തെ ആഴ്ചയും വീഡിയോ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ചെയ്യണം. കാരണം കൺസിസ്റ്റൻസി മെയിനാണ് യൂട്യൂബ് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആയിരുന്നു. രണ്ടാമത്തെ തംബ്നെയിലിന് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് തോന്നിയ പോലെ ഒരു തംബ്നെയിൽ ഉണ്ടാക്കി പോകും. തംബ്നെയിൽ ചെയ്ത്, അതായത് ഒരു അട്രാക്റ്റീവ് ഇല്ലാത്ത ഒരു തംബ്നെയിലൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നത്. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി ഓക്കെ, ഇങ്ങനെ തംബ്നെയിൽ ചെയ്തിട്ട് കാര്യമില്ല. നല്ല അട്രാക്റ്റീവ് ആയിട്ടില്ല, ടെസ്റ്റൊക്കെ നല്ല ബോൾഡ് ടെസ്റ്റ്, നല്ല കളർഫുൾ ആയിട്ടുള്ള, കൂടുതൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല അട്രാക്റ്റീവ് തംബ്നെയിൽ ഉണ്ടാക്കിയത് നല്ല രീതിയിൽ ക്ലിക്ക് കിട്ടുമെന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തു. അങ്ങനത്തെ ഒരു തംബ്നെയിലൊക്കെ കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വീഡിയോസിന് നല്ല രീതിയിൽ ക്ലിക്ക് വരികയും നല്ല വ്യൂസ് വരികയും അത് നല്ല റേറ്റിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്തതിന് മറ്റൊരു മിസ്റ്റേക്കാണ് തംബ്നെയിലിന് പ്രാധാന്യം കൊടുക്കാത്തത്. മൂന്നാമത്തേന്നും ടൈറ്റിൽ ശ്രദ്ധിച്ചില്ല. അതായത് ഒരു ക്ലിക്കും വരാത്ത, ഒരു അട്രാക്റ്റീവ് ഇല്ലാത്ത, ഒരു ക്യൂരിയോസിറ്റി ഇല്ലാത്ത ടൈറ്റിലൊക്കെ കൊടുത്തിട്ടു. അതായത് ഇപ്പോൾ ഒരു വ്ളോഗൊക്കെ ചെയ്യണ ഡേ മൈ ലൈഫ് എന്ന് മാത്രം കൊടുത്തിട്ടു. ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആളുകൾ അങ്ങനെ ക്ലിക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ അതിലെന്തെങ്കിലും ക്യൂരിയോസിറ്റി ആയിട്ടുള്ള ആളുകൾ ക്ലിക്ക് ചെയ്യിപ്പിക്കാൻ തോന്നുന്ന ഒരു തംബ്നെയിലൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വ്യൂസ് വരാൻ തുടങ്ങി. അപ്പോൾ ചെയ്യുക, നല്ല ക്ലിക്കബിൾ ആയിട്ടുള്ള ടൈറ്റിൽ ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഫസ്റ്റ് 10 സെക്കൻഡ് വളരെയധികം വീക്കായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് ചുമ്മാ ഇൻട്രോ പറഞ്ഞ് കളയും. അപ്പോഴത്തേക്കും ആളുകൾ അത് സ്കിപ്പ് ചെയ്ത് കളയും. കാരണത്തോ ഇൻട്രോ ആയതുകൊണ്ട് ആളുകൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്ത് വേറൊരു വീഡിയോസിലോട്ട് പോകും. അപ്പം ഞാനിങ്ങനെ കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ, ഇങ്ങനെ കൂടുതൽ സമയം ഇൻട്രോ കൊടുക്കാതെ ജസ്റ്റ് 1 സെക്കൻഡിൽ അല്ലെങ്കിൽ 2 സെക്കൻഡിൽ ഇൻട്രോ തീർത്തിട്ട് എന്താണോ പറയാനുള്ളത് ആ കാര്യത്തിലേക്ക് ഞാൻ ഡയറക്റ്റ് കയറി. അങ്ങനെ ആയപ്പോൾ ചെയ്തു ഓക്കെ, ആളുകൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയിൽ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മനസ്സിലായി. ആളുകൾ അത് വീഡിയോ കാണാൻ ശ്രമിച്ചു. പിന്നീടും എൻ്റെ ചാനലിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ചെയ്യുക, നിങ്ങളും വീഡിയോ ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു 10 സെക്കൻഡ് നല്ല രീതിയിൽ ആളുകളെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുള്ള ഒരു കണ്ടന്റ് ആക്കി ചെയ്യാം. 5ാമത്തെ മിസ്റ്റേക്ക് ഞാൻ ചെയ്തത് അനലറ്റിക്സ് നോക്കിയില്ല. അതായത് അതിൽ വന്ന CTR, ഓഡിയൻസ് റിട്ടൻഷൻ, എത്ര ടൈം വാച്ച് അവർ വന്നു, ഇതൊന്നും നോക്കിയില്ല. ഞാൻ അതായത് വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ പോയി. അതായത് ഇന്നിപ്പോൾ ഒരു വീഡിയോ ചെയ്യും 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ചെയ്ത് പോകും. ഞാൻ അതിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോക്ക് അതിൻ്റെ അനലിറ്റിക്സ് എടുത്തിട്ട് ഏത് തരം ആളുകളാണ് കാണുന്നത്, അതുപോലെ ഇതിൻ്റെ CTR ക്ലിക്ക് റേറ്റ് വന്നോ, എത്ര ടൈം വാച്ച് അവർ കിട്ടി, എത്ര പേർക്ക് റീച്ച് പോയി, എത്ര എൻഗേജ്മെൻറ്റ് കിട്ടി, ഇതൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ഇത് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീഡിയോയുടെ വ്യൂസ് കിട്ടാത്തതുകൊണ്ട് ആ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാൻ പറ്റില്ല. പിന്നീട് ഞാൻ ചെയ്തു അനലറ്റിക്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി ഓക്കെ, ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് വ്യൂസ് വരാത്തത്. ചില സമയത്ത് എനിക്ക് മനസ്സിലാവും ക്ലിക്ക് റേറ്റ് കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു ക്ലിക്ക് റേറ്റ് കിട്ടാത്ത ഒന്നെങ്കിൽ തംബ്നെയിൽ കൊണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ടൈറ്റിൽ കൊണ്ടാവാം. അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ വ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനലിറ്റിക്സ് എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കുക.
പിന്നെ ചെയ്തൊരു തെറ്റായിരുന്നു, 6ാമത് തെറ്റായിരുന്നു, ട്രെൻഡ് ഫോളോ ചെയ്തില്ല. അതായത് എൻ്റെ ഓഡിയൻസിന് അതല്ലെങ്കിൽ വ്യൂവേഴ്സ് സെർച്ച് ചെയ്യുന്ന കാര്യം ഞാൻ വീഡിയോയ്ക്ക് ചെയ്യാതെ എനിക്ക് തോന്നിയ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിങ്ങനെ പോയി. അപ്പോൾ ആ ഒരു വീഡിയോസ് ചിലപ്പോൾ ഓഡിയൻസിന് അതല്ലെങ്കിൽ ആ വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവരെത്തെയും ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു പോയി. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ട് ഇപ്പോൾ ട്രെൻഡിങ്ങിലായിട്ടുള്ള വീഡിയോസ് ചെയ്യുക, അതല്ലെങ്കിൽ ഓഡിയൻസ് കൂടുതലായിട്ട് സെർച്ച് ചെയ്യുന്ന വീഡിയോസ് എന്ത് ചെയ്യുക, കണ്ടെത്തി അത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനെത്തിയത് അങ്ങനെ കണ്ടെത്തി വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കെത്തിയത് വ്യൂസ് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് നമുക്ക് കണ്ടെത്തി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ ഓപ്ഷൻ എന്താണ്, എവിടെയാണ് ചെയ്യുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുക, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. അടുത്ത 7ാമത്തെ മിസ്റ്റേക്കാണ് ഓഡിയോ ക്വാളിറ്റി ഇല്ലായ്മ. ഞാൻ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കായിരുന്നു ഓഡിയോ ക്വാളിറ്റി ഇല്ലാത്ത. അതായത് നമ്മളെ വ്യൂവേഴ്സ് വീഡിയോ ക്വാളിറ്റി ഇല്ലെങ്കിലും കുറച്ചൊക്കെ അവരത് അഡ്ജസ്റ്റ് ചെയ്യും, പക്ഷെ ഓഡിയോ ക്വാളിറ്റി അവരത് അതായത് നമ്മൾ പറയുന്ന കാര്യത്തിന് വ്യക്തത ഇല്ലായ്മ, നമ്മൾ പറയുന്ന കാര്യം അവർ കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ ഞാനൊക്കെ ആദ്യം എൻ്റെ വീഡിയോ ചെയ്തിരുന്നത് എന്തായിരുന്നു, പതുക്കെ സംസാരിക്കുക, ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ വണ്ടി പോകണ ഒച്ചോ അതിൽ വലിയ കിളികളൊക്കെ കരയുന്ന സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആകുമ്പോൾ ആളുകൾ സ്കിപ്പ് ചെയ്ത് പോകും. പിന്നീട് ഞാൻ ചെയ്തു ഒരു റൂമിൽ കയറി എല്ലാം അടച്ച് വെച്ച് ഒരു സൗണ്ട് പോലും അകത്ത് കയറാത്ത വിധത്തിൽ ഞാൻ വീഡിയോ ചെയ്ത് നല്ല സൗണ്ടിൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴത്തേത് കുറച്ചൊക്കെ ഓഡിയോ ബെറ്ററായി, ഇപ്പോഴും ബെറ്ററായി വരുന്നേ ഉള്ളൂ, എങ്കിലും ആ ഉള്ളൊരു ഓഡിയോ ക്വാളിറ്റിയിൽ ഞാൻ ചെയ്തു വീഡിയോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ചെയ്ത ഒരു മിസ്റ്റേക്കാണ് സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ സംസാരിച്ചില്ല. അതായത് അവർ കമൻറ്റ് ബോക്സിൽ പല കാര്യങ്ങളും പറയും, അതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുത്തില്ല. അതായത് അവർ കമൻറ്റ് ചെയ്യുന്നിട്ട് ഞാൻ ഒരു റിപ്ലൈ പോലും കൊടുത്തില്ല. ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സിന് ഒരു റിപ്ലൈ കൊടുക്കുക, അതല്ലെങ്കിൽ അവരുമായിട്ട് സബ്സ്ക്രൈബേഴ്സ് എൻഗേജ് ചെയ്യാൻ നോക്കുക. അങ്ങനെ കൂടുതൽ ഇതാക്കുക, കമൻറ്റ്സ് കൂടുതൽ എൻഗേജ്മെൻറ്റ് ചെയ്യാൻ നോക്കുക. അതായത് ഇങ്ങനെ കമൻറ്റ് സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് എന്താ ഈ കമൻറ്റിലൂടെ കുറേ കാര്യങ്ങൾ പറയും, അതിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ കമൻസിൻ്റെ എണ്ണം കൂടും. ഇങ്ങനെ ഈ കമൻറ്റ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോ കൂടുതൽ എൻഗേജ്മെൻറ്റിലോട്ട് പോകും. അപ്പം ഞാൻ ചെയ്തു അങ്ങനെ ഒന്നും ആദ്യത്തെ വീഡിയോസിലൊന്നും ഞാൻ അങ്ങനെ കമൻസിലൊന്നും റിപ്ലൈ കൊടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായി, ഓക്കെ കമൻറ്റ്സ് എത്രത്തോളം നമ്മുടെ വീഡിയോക്ക് വരുന്ന അത്രത്തോളം വീഡിയോക്ക് എൻഗേജ്മെൻറ്റ് കിട്ടും വിചാരിക്കും, മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ചെയ്തു പിന്നീട് അങ്ങോട്ട് കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കാൻ നോക്കി. അപ്പോൾ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ വീഡിയോക്ക് വരുന്ന കമൻസിന് മാക്സിമം റിപ്ലൈസും സംഭവങ്ങളൊക്കെ കൊടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ വീഡിയോ അവസാനിക്കുമ്പോൾ CTA ഒന്നും പറയുന്നില്ല. അതായത് CTA മീൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വീഡിയോ ചെയ്യും, ഒരു 5-6 മിനിറ്റ് വീഡിയോ ചെയ്യും, അത് എഡിറ്റ് നേരെ അപ്ലോഡ് ചെയ്യും. അതിൻ്റെ അവസാനം ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല. അതല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം എന്നൊന്നും ഞാൻ വ്യൂവേഴ്സിന് പറഞ്ഞില്ല. അപ്പോൾ അവർ വിചാരിക്കും ഓക്കെ വരില്ല, ഇതാക്കില്ലേ ചെയ്തു അവർ നമ്മളെ വീഡിയോസിലേക്ക് പിന്നീട് തിരിച്ച് വരില്ല, അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ട് അവർ ക്ലിക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിൽ പറയാം ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോൻ്റെ അവസാനം പറഞ്ഞാൽ അടുത്ത വീഡിയോ ഞാൻ ഉടൻ തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഒക്കെ നമ്മളൊരു ജെന്യുവിനായിട്ടുള്ളൊരു ഇതാണെന്ന് മനസ്സിലാക്കി അവരെത്തെയും നമ്മുടെ വീഡിയോക്ക് പിന്നീട് നോട്ടിഫിക്കേഷനൊക്കെ വരുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ വീഡിയോ റെക്കമെൻഡിലൊക്കെ വരുമ്പോൾ അവരെത്തെയും പിന്നീടും ക്ലിക്ക് ചെയ്ത് കാണുന്നതായിരിക്കും. പിന്നീട് ചെയ്താണ് പെട്ടെന്ന് റിസൾട്ട് വരാൻ ആഗ്രഹിച്ചു, പെട്ടെന്ന് റിസൾട്ട് പ്രതീക്ഷിച്ചു. അതായത് ഒരു 2-3 വീഡിയോ യൂട്യൂബിൽ തന്നെ റീച്ച് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. 2-3 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വെച്ചൊന്ന് ചിലവർക്ക് പെട്ടെന്ന് റീച്ച് കിട്ടും, ചിലവർക്ക് പെട്ടെന്ന് റീച്ച് കിട്ടില്ല. അപ്പോൾ ഞാനൊക്കെ ആദ്യം ഒരു 10 വീഡിയോ അപ്ലോഡ് ചെയ്തു, അതിലൊക്കെ വ്യൂസ് വളരെ കുഴപ്പം. ഓക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ ഇവിടെ വെച്ച് നിർത്തി പോവാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എനിക്ക് ഒരു 1300 സബ്സ്ക്രൈബർ വരെ എത്താൻ പറ്റുകയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചെയ്തു ക്ഷമിച്ചു, ഓക്കെ ഇന്ന് വ്യൂസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞാൽ വ്യൂസ് വരും. കാരണം എനിക്ക് നല്ല അനുഭവം ഉണ്ട്. കാരണം ഞാൻ ചിലപ്പോൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തൊരു വീഡിയോസ് ചിലപ്പോൾ എനിക്ക് 20 വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഒരാഴ്ച അതിലൊരു 2 ആഴ്ച കഴിഞ്ഞ് പിന്നീട് ഞാൻ ആ വീഡിയോസിനെ ഒന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോക്ക് ചിലപ്പോൾ 1K വ്യൂസ് അതല്ലെങ്കിൽ ഒരു 500 വ്യൂസ് എങ്കിലും ആയിട്ടുണ്ടാവും. കാരണത്താ നമ്മളാ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാതെ അതല്ലെങ്കിൽ അതിൽ പിന്മാറാതെ നമ്മൾ ക്ഷമയോടുകൂടി നിന്നിട്ട് അടുത്ത വീഡിയോസ് നാളെ എന്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ കണ്ടെത്തി അടുത്ത വീഡിയോസ് ചെയ്തു. അപ്പോൾ ആ ഒരു വീഡിയോസിന് അതിലേക്ക് ചെയ്ത് ഓട്ടോമാറ്റിക് വ്യൂസ് വന്ന് ആ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആകാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വ്യൂസ് ഇല്ലാതെ വെച്ചാൽ നമ്മൾ ഒരിക്കലും നിർത്താതെ അതല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. ആ ഒരു വീഡിയോ അവിടെ നിന്നോട്ട് അതിലേക്ക് പോകാം, ചിലപ്പോൾ പിന്നീട് അങ്ങോട്ട് വ്യൂസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു പറഞ്ഞ 10 കാര്യമായിരുന്നു ഞാൻ എൻ്റെ ചാനലിൽ മെയിനായിട്ട് ചെയ്ത മിസ്റ്റേക്കുകൾ. അപ്പോൾ
അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് കാരണത്താലാണ് എൻ്റെ ചാനൽ ഗ്രോ ആവില്ല എന്ന് എനിക്ക് മനസ്സിലായത്. അതാണ് ഞാൻ ഇതെന്ത് ചെയ്തു, ഒരു 2-3 ആഴ്ചയിട്ട് ഒന്ന് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കെന്ത് ചെയ്തു, കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, ഈ ഒരു 10 കാരണത്താലേക്കാരും എൻ്റെ ചാനൽ റീച്ച് ആവാത്തത്. അങ്ങനെ ഈ ഒരു 10 കാര്യങ്ങൾ ഞാൻ മാറ്റി നല്ല രീതിയിൽ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ചാനൽ പതുക്കെ പടിപ്പടിയായിട്ട് ഗ്രോ വന്ന് ഇപ്പോൾ ഈ കാണുന്ന 1300ഓളം സബ്സ്ക്രൈബേഴ്സായി എത്തിയത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 10 മിസ്റ്റേക്ക് ഒഴിവാക്കി നിങ്ങൾക്ക് സമയം ലാഭിക്കാം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു 10 മിസ്റ്റേക്ക് ഇപ്പം തന്നെ ഈ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കി നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ റീച്ച് കിട്ടി പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം ലാഭിക്കും. അതുപോലെ അപ്പോൾ നിങ്ങളത്തെ ഈ ഒരു 10 മിസ്റ്റേക്ക് ഒഴിവാക്കി വെക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. കാരണം ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, കാരണം ഇത് എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, റിസൾട്ട് കിട്ടി താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ നിങ്ങൾ യൂട്യൂബിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതിനുള്ള സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ടും വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ കാണാം. അതിലേക്കും ബൈ.